ഹായ് മക്കളെ, നമസ്കാരം. നമ്മൾ ഓരോ പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൂടിയ ഓരോ ചോദ്യങ്ങൾ വെച്ച് എന്ത് ചെയ്യാണ് ഈ ഓരോ ചെറിയ വീഡിയോയിലും പഠിച്ചങ്ങ് പോവാണ്. ഇനി അത് സെറ്റാക്കിക്കൊള്ളണം. പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം കറക്റ്റാക്കി മാർക്ക് ചെയ്തോളണം. അങ്ങനെ ഒരു ചോദ്യം, കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും എന്ന പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. ആൾക്കൂട്ടം സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. ഈ പ്രസ്താവന ശരിയോ? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ആൾക്കൂട്ടം എന്ന് പറയുന്നത് സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണോ? 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം എങ്ങനെ എഴുതണം? ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരം ദൃശ്യമാകുന്ന ചലച്ചിത്രമാണ് സൈക്കിൾ മോഷ്ടാക്കൾ. ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരം ദൃശ്യമാകുന്ന ചലച്ചിത്രമാണ് സൈക്കിൾ മോഷ്ടാക്കൾ. അതിലെ പ്രധാന കഥാപാത്രമാണ് അന്റോണിയോ റിച്ചി. അതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് അന്റോണിയോ റിച്ചി. റിച്ചി എന്ന വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല ചലച്ചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചിത്രം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ നാം കാണുന്ന ആൾക്കൂട്ടം ഇതിലെ പ്രധാന കഥാപാത്രമാണ്. ആൾക്കൂട്ടത്തിന് പലതരം റോളുകളുണ്ട്. അക്കൂട്ടത്തിൽ നന്മയുള്ളവരുണ്ട്, സഹായ മനസ്ഥിതിയുള്ളവരുണ്ട്, മറ്റൊരുത്തൻ്റെ മുതൽ കട്ടെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പോകുന്നു ഇവരുടെ പ്രകടനങ്ങൾ. കഥാനായകനായ റിച്ചിയുടെ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ആൾക്കൂട്ടത്തിനും. ഉത്തരം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജോലിക്കായി ആകുലരായി നിൽക്കുന്നവർ, അവിടെ നമുക്കൊരു ആൾക്കൂട്ടത്തെ കാണാം. ഷീറ്റുകൾ പണയം വെക്കാൻ എത്തുന്നവർ, അവിടെ ആൾക്കൂട്ടത്തെ കാണാം. പ്രശ്നപരിഹാരത്തിന് കൈനോട്ടക്കാരിയെ കാണാനെത്തുന്നവർ, ആൾക്കൂട്ടമുണ്ട് അവിടെ. തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രഭാഷണം കേൾക്കുന്നവർ, ആൾക്കൂട്ടമുണ്ട് അവിടെ. ഇങ്ങനെ ആൾക്കൂട്ടത്തെ എവിടെയും കാണാം. കുടിവെള്ളത്തിന് വരി നിൽക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന ആൾക്കൂട്ടവും ചിത്രത്തിലുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കുലീന സ്ത്രീകളുടെ പൊങ്ങച്ചം സഹിക്കേണ്ടി വരുന്നുണ്ട്. 2ാം ലോക യുദ്ധാനന്തര അവസ്ഥയുടെ ഇരകളാണ് ഇവരെല്ലാം. ഈ മേഖലയിലെല്ലാം ആൾക്കൂട്ടത്തെ കാണുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ പറഞ്ഞ ഘടനയിൽ ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 മാർക്കാണ്. നഷ്ടപ്പെടുത്തില്ലല്ലോ. ഓക്കെ, താങ്ക് യു.